മറിയത്തിൻ്റെ ആദ്യത്തെ ഫ്ലൈറ്റ് യാത്ര ഉണ്ടോ. അപ്പോൾ ഞങ്ങൾ എന്താ പറയുക, ഇങ്ങനൊരു ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ബെൽറ്റ് ഇങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു മറിയത്തിന് എടുക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ നമുക്ക് ലഗേജും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടിട്ട് കൊണ്ടുനടക്കാനൊക്കെ സുഖമാണ്. അപ്പോൾ നിന്നൂസറ് കുറേ നേരം കൊണ്ടുനടന്നു കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഞങ്ങൾ വിചാരിച്ചു ഫ്ലൈറ്റിൽ കയറുമ്പോൾ കരച്ചിലായിരിക്കും എന്ന് വിചാരിച്ചിരിക്കണായിരുന്നു. പക്ഷേ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ആൾ നല്ല കൂളായിട്ടിരുന്നു ഫ്ലൈറ്റിൽ. അങ്ങനെ ഫ്ലൈറ്റ് യാത്രയൊക്കെ ചെയ്ത് ഞങ്ങൾ നേരെ എത്തിയത് ബാംഗ്ലൂരിൽ. നേരെ കണക്ഷൻ ഫ്ലൈറ്റ് ആയിരുന്നു. ഇൻഫാൻസിനായിട്ടൊക്കെ ഫസ്റ്റ് ഫ്ലൈറ്റ് യാത്ര ചെയ്യുന്നവർക്കുള്ള ടിപ്പുകളൊക്കെ ഞാനിതിൽ പറഞ്ഞു പോകുന്നുണ്ടോ. ബാംഗ്ലൂർ എത്തിയപ്പോഴേക്കും ആളെ കുറച്ച് ടയേർഡായിട്ടോ, ട്രാവലൊക്കെ ചെയ്ത് വന്നു കഴിഞ്ഞപ്പോഴേക്കും. പിന്നെ ഞങ്ങൾ ബാംഗ്ലൂർ ഫ്ലൈറ്റിന് മുമ്പിൽ നിന്നൊരു സെൽഫിയൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് നേരെ ബാംഗ്ലൂർ എയർപോർട്ടിലേക്ക് നടന്നു. ഫസ്റ്റ് ടൈമാണ് ഞാൻ ബാംഗ്ലൂർ എയർപോർട്ടിൽ വരുന്നത്. ഒരു രക്ഷയില്ലാത്ത വൈബാണ്. പുള്ളി എയർപോർട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ലക്ഷറിയാണ് കാണാനായിട്ട്. ബാംഗ്ലൂർ എയർപോർട്ടിൽ എത്തിയപ്പോഴേക്കും ഫ്ലൈറ്റ് കുറച്ച് ഡിലേ ആയിട്ടോ. പിന്നെ ഈ വിസയുടെ കുറച്ച് ഷെയർ കോഡും പരിപാടികൾ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിട്ട് കുറേ സമയം അങ്ങനെ പോയി. പിന്നെ അതേപോലെ തന്നെ ഞങ്ങളുടെ പെട്ടിയൊരെണ്ണം മിസ്സായി. അങ്ങനെ അതന്വേഷിച്ച് കിടന്നു കുറേ നേരം അങ്ങനെ പോയി. കുറേ വീഡിയോസ് എടുക്കണമെന്ന് വിചാരിച്ചാണ് ഞാൻ ബാംഗ്ലൂർ എയർപോർട്ടിലേക്ക് വന്നത്. പിന്നെ തൽക്കാലത്തേക്ക് കുറേ വീഡിയോസൊക്കെ ഇങ്ങനെ ഞങ്ങൾ ക്യൂവിൽ നിൽക്കുന്നതും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ എടുത്തു. ആ നേരത്തേക്ക് അറിയാൻ നല്ല ഉറക്കം വരുന്നുണ്ടാണ്. പിന്നെ അവിടുത്തെ ഇങ്ങനെ ഒരു കേരള തനിമ അല്ലെങ്കിൽ ഇന്ത്യൻ ഒരു വൈബൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ആനയുടെ പ്രതിമ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ചെവിയൊക്കെ ഇങ്ങനെ അനങ്ങും, കണ്ണും അതേപോലെ തന്നെ അങ്ങനെ അനങ്ങും കേട്ടോ. അത് മറിയത്തിന് ഇങ്ങനെ കാണിക്കാൻ നോക്കണമായിരുന്നു നീനു സൂറേരം, പക്ഷേ മറിയ നോക്കുന്നുണ്ടായിരുന്നില്ല. ഇൻഫാൻസിനായിട്ടൊക്കെ യാത്ര ചെയ്യുന്നവർക്കുള്ള ടിപ്പ് എന്ന പോലെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുമ്പോൾ തന്നെ ബാസ്നെറ്റ് ബുക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്കൊരു സ്പെഷ്യൽ സീറ്റായിരിക്കും തരുന്നത്. നമുക്ക് കാല് നീട്ടിയൊക്കെ ഇരിക്കാൻ പറ്റും. അതേപോലെ തന്നെ കൊച്ചിന് തൊട്ടിലിൽ കിടത്താനുള്ള സൗകര്യമൊക്കെ ഉണ്ടാവും. നമ്മൾ ഫ്ലൈറ്റിൽ കയറി കുറച്ച് കഴിയുമ്പോൾ തന്നെ അവർ ബാസ്നെറ്റ് സെറ്റ് ചെയ്ത് തരും കേട്ടോ. ബാംഗ്ലൂർ എയർപോർട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം വേറെ ഒന്നുമില്ല, കുറേ എൻ്റർടൈൻ ചെയ്യാനായിട്ട് കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ വെള്ളച്ചാട്ടം, അതൊക്കെ ഞങ്ങൾ അവിടെ ഇങ്ങനെ നോക്കി നിന്നേച്ചു കുറേ നേരം. പിന്നെ നമ്മൾ ഓരോ ഗേറ്റിൻ്റെ അടുത്തോട്ട് പോകുമ്പോഴൊക്കെ അതിൻ്റെ വഴികളൊക്കെ ഇൻറ്റീരിയറൊക്കെ ചെയ്തിരിക്കുന്നത് കാണാനായിട്ട് ഭയങ്കര രസമുണ്ട്. അതിൻ്റെ സീലിംഗ് വർക്കുകളും ഇങ്ങനെ ഒരു ഡിജിറ്റൽ ഇതൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ ശരിക്കും ഭയങ്കര അത്ഭുതത്തോടെ അതൊക്കെ ഇങ്ങനെ നോക്കി നിന്നിട്ടോ. മറിയത്തിനൊക്കെ ന്യൂസ് ഒക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. ചില നേരത്തെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു അത്ഭുതത്തോടെ. ഈ ലൈറ്റും ഇതൊക്കെ ഇങ്ങനെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ സെക്കൻഡ് ടിപ്സ് എന്ന് എനിക്ക് പറയാനുള്ളത്, നമ്മളെപ്പോഴും ഒരു ക്യാരിയർ ബാഗ്, കൊച്ചിനെ ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു ബാഗ്, മീൻസ് ഒരു ബെൽറ്റ് പോലെ ഉണ്ടാവും. അപ്പോൾ അത് എടുക്കുന്നത് ഭയങ്കര ഉപകാരമായിരിക്കും. അവർക്ക് കംഫർട്ടായിട്ട് അതിലിരിക്കാൻ പറ്റും കുറേ നേരം. നമുക്ക് നമ്മുടെ ലഗേജൊക്കെ പിടിച്ച് അവരെ കൊണ്ടുപോകാൻ പറ്റും. അത് ഭയങ്കര സേഫാണല്ലോ. ഞങ്ങൾക്കത് ഭയങ്കര ഉപകാരപ്പെട്ടു. അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു ഇൻഫാൻസ് ക്യാരിയർ ബാഗ് ഉണ്ട്, ഒരു ബെൽറ്റൊക്കെ ഉള്ളത്. അപ്പോൾ നേരത്തെ യൂസ് ചെയ്ത പോലത്തെ സാധനം. അപ്പോൾ അതെന്തായാലും മസ്റ്റായിട്ട് അത് വാങ്ങിക്കണം. ഇടയ്ക്ക് നമുക്ക് കൊച്ചിനെ അതില്ലാതെ എടുത്തുകൊണ്ട് നടക്കാനൊക്കെ ആയിട്ട് കൊച്ചിനും ഒരു കംഫർട്ടായിരിക്കുള്ളൂ. അപ്പോൾ നമ്മൾ ഫ്രീ ആകുമ്പോൾ നമുക്ക് കൊച്ചിനെ ഇങ്ങനെയൊക്കെ എടുത്തുകൊണ്ട് നടക്കാം. അതേപോലെ നമുക്ക് ലഗേജൊക്കെ ഇട്ട് നമുക്ക് പോകുന്ന സമയത്ത് നമുക്ക് ക്യാരിയർ ബാഗിൽ 15 ദിവസം നാട്ടിലുണ്ടായിരുന്നുള്ളൂ. കൊച്ചിൻ്റെ ബാപ്റ്റിസമൊക്കെ നടത്തി പെട്ടപ്പെട്ടാണ് കയറി പോകുന്നു. കുഞ്ഞാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. കുഞ്ഞുമറിയും ഭയങ്കര ഹാപ്പിയാണ്. ഇങ്ങനെ കാഴ്ചകൾ കാണാനും ട്രാവൽ ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ നാട്ടിലാണെങ്കിലും കാറിലൊക്കെ അങ്ങോട്ടൊക്കെ കൊണ്ടുപോയപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി കൊച്ചിന്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ ബോർഡിങ് കാണിക്കുന്നുണ്ടായിരുന്നു ഞങ്ങളുടെ ഫ്ലൈറ്റിൻ്റെ. അപ്പോൾ ഞങ്ങൾ നേരെ ഓടി ഫ്ലൈറ്റിൽ കയറി. അപ്പോഴേക്കും ഞങ്ങൾക്ക് ബാസ്നെറ്റൊക്കെ സെറ്റ് ചെയ്ത് തന്നു. അപ്പോൾ ഇതാണ്ടോ ബാസ്നെറ്റ് കണ്ടില്ലേ. അപ്പോൾ സംഭവം അങ്ങനെയെങ്കിൽ ഞങ്ങളൊരു ചെറിയ ബാഗും അതിൻ്റെ അരികിൽ താഴെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. കൊച്ചിൻ്റെ സാധനങ്ങൾ മാത്രമുള്ളത്, കൊച്ചിൻ്റെ ഡൈപ്പറും എല്ലാ സംഭവങ്ങളും എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ. കുഞ്ഞുമറിയതിൽ ഞങ്ങൾ നേരെ ബാസ്നെറ്റ് കിടത്തിയിട്ടുണ്ടോ. കുറച്ച് നേരം അവിടെ കിടന്ന് കളിക്കുകയൊക്കെ ചെയ്തു. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഉറങ്ങിപ്പോയി. ഒരു മൂന്നാമത്തെ ടിപ്പ് എന്നുള്ള പോലെ എനിക്ക് പറയാനുള്ളത്, ഫ്ലൈറ്റ് എടുക്കുന്ന സമയത്ത് എന്ത് വന്നാലും കൊച്ചിനെ അമ്മ ക്യാരി ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അമ്മ കയ്യിലെടുക്കുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് കൊച്ചിനെ ഫീഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ചെവി അടയുന്ന പ്രോബ്ലംസൊക്കെ ഉണ്ടായി കരയുന്ന അവസ്ഥയിലോട്ടൊക്കെ വരും. അപ്പോൾ ആ ഒരു സംഭവങ്ങളൊക്കെ മാറാനൊക്കെ ആയിട്ട് ഫ്ലൈറ്റ് എടുക്കുന്ന സമയത്ത്, അതേപോലെ തന്നെ ഫ്ലൈറ്റ് ഇറങ്ങുന്ന സമയത്തും നമ്മൾ അമ്മ ശരിക്കും കൊച്ചിനെ ഫീഡ് ചെയ്യുന്നത് ഭയങ്കര നല്ലതായിരിക്കും. നമ്മുടെ കയ്യിൽ ആയിരിക്കണം കൊച്ചി ആ നേരത്തേക്ക് ഇരിക്കേണ്ടത്. പിന്നെ പ്രത്യേകം എനിക്ക് എടുത്തു പറയാനുള്ളൊരു കാര്യം, നമ്മൾ കൊച്ചുങ്ങളായിട്ട് ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കും. ട്രാവൽ ചെയ്യുമ്പോൾ എന്ത് വന്നാലും ഒരു ബാഗ്, അവരുടെ ഒരു ബാഗ് നമുക്ക് കരുതണം. ആ ബാഗിൽ അവരുടെ സാധനങ്ങളും ഡയപ്പറും കാര്യങ്ങളൊക്കെ അതിലുണ്ടാവണം. നമുക്കത് നമ്മുടെ കയ്യിലുണ്ടാവണം. എപ്പോൾ വേണമെങ്കിലും നമുക്കത് ആവശ്യം വരും. അവരുടെ ഈ പ്രായത്തിന് പറ്റുന്ന എന്തെങ്കിലും ഒരു ബുക്കോ എന്തെങ്കിലും ഒരു ടോയ്സോ കയ്യിലുള്ളത് ഭയങ്കര ബെസ്റ്റാണ് കേട്ടോ. സാധാരണ എപ്പോഴും നല്ല മഴയായിരിക്കും കേട്ടോ രാവിലെയൊക്കെ തന്നെ. ഞാൻ ഓർത്ത് ഇന്ന് നല്ല മഴയുള്ളൊരു വെതറായിരിക്കും എന്ന് വിചാരിച്ചിരിക്കണായിരുന്നു. അപ്പോൾ അതെ, നല്ല വെയിലൊക്കെ ആയിട്ട് സൂര്യനെ കുതിച്ചിങ്ങനെ നിൽപ്പുണ്ട്. നോർത്തേൺ ഐലൻഡ് ഇങ്ങനെ ഭയങ്കര സുന്ദരമായിട്ട് ഇങ്ങനെ നിൽപ്പുണ്ട്. കുഞ്ഞുമണി
ഏതൊരു ഫ്ലൈറ്റ് യാത്രയിലും ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തിട്ടുള്ളത് ഈ മേഘങ്ങളുടെ ഇടയിൽ കൂടി ഈ വിമാനം പോകില്ലേ, അതൊരു വല്ലാത്തൊരു വൈബാണ് കേട്ടോ കാണാനായിട്ട്. ഭയങ്കര രസമാണ്. അതൊരു സൂര്യപ്രകാശം കൂടി ഉണ്ടെങ്കിൽ ആ മേഘങ്ങൾ കാണാൻ ഭയങ്കര സുന്ദരമാണെന്ന് തന്നെ പറയാം. മേഘങ്ങളുടെ മുകളിലൂടെയുള്ള യാത്ര ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തിട്ടുള്ളൊരു യാത്രയുണ്ട് അത് ഞാൻ എപ്പോഴും ഇങ്ങനെ വിചാരിക്കാറുണ്ട്, ഇങ്ങനെ മേഘങ്ങളുടെ മുകളിലൂടെ പോവുകയാണെങ്കിൽ എപ്പോഴെങ്കിലും സൂര്യൻ ഉണ്ടാവണേന്ന്. കാരണം സൂര്യനും കൂടി ഉണ്ടെങ്കിൽ ആ ഒരു മേഘങ്ങൾ കാണാൻ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും. പിന്നെ നാലാമത്തെ ടിപ്സ് എന്ന പോലെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ എപ്പോഴും അമ്മ ക്യാരി ചെയ്തേക്കാണെങ്കിൽ കുട്ടിയോടെ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അവരുടെ കണ്ണുകളിലൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നില്ലെങ്കിൽ എന്തെങ്കിലും എല്ലാ ഫ്രൂട്ട്സുകളുടെ പേര് പറയുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ട്സ് ഒക്കെയുള്ള ചെറിയൊരു അട്രാക്റ്റീവ് ചെയ്യുന്ന ചെറിയൊരു ബുക്കുകളുണ്ട് ഇൻഫാൻസിന് വേണ്ടിയുള്ള, അതൊക്കെ കയ്യിൽ കരുതുന്നത് ഭയങ്കര നല്ലതായിരിക്കും കേട്ടോ. Blueberry, avocado, grapefruit, guava, mango, papaya, pineapple, watermelon, coconut, guava, grapefruit, dragon fruit, peach, നോർത്തേൺ അയർലൻഡ് ഭയങ്കര സുന്ദരമായൊരു സ്ഥലം തന്നെയുണ്ടോ യു കെയില്. നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ ഫുള്ള് പച്ചപ്പും അതേപോലെ അതിമനോഹരമായൊരു സ്ഥലം തന്നെയാണ്. കൂടുതലും ഫാമും അതേപോലെ കുറേ ഹിസ്റ്റോറിക്കൽ ബിൽഡിങ്ങുകളും ചർച്ചുകളും ഒക്കെയുള്ള ഒരു അടിപൊളി സ്ഥലം തന്നെയാണ്. വെയിലും കൂടിയുള്ള ദിവസമാണെങ്കിൽ ഒന്നും പറയണ്ട. എന്തായാലും നല്ല വെയിലുള്ളൊരു ഡേ ആണ് തോന്നുന്നത്. അപ്പോൾ ആ ഒരു ദിവസമാണ് നമ്മൾ ഇവിടെ വന്നിറങ്ങുന്നത്. അപ്പോൾ എന്തായാലും അടിപൊളി വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം.